ഓ എന്താ ഒരു കോട കാണാൻ ഫസ്റ്റ് കഴിച്ചിട്ട് ഫസ്റ്റ് ഇത്രങ്ങാനും അടിപൊളിയായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഊട്ടിക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഊട്ടിക്ക് പോകുന്നതിൻ്റെ ആ ഒരു വ്ളോഗാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഹാപ്പി ഡേയ്സ് നമ്മളുള്ള ഈ ഒരു ബസ്സിലാണ് പോകണം. ചില്ലായി അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. കുറേ കാലമായി ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ ബസ്സിൽ തന്നെ നമ്മൾ അടിപൊളി ചില്ലൊക്കെ ആയിട്ട് ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ തന്നെ. പുലർച്ചെ 3 മണിക്കുണ്ട് നമ്മൾ പോകണത്. അതുകൊണ്ട് തന്നെ നല്ല കോട മൂടിയിട്ടുള്ളൊരു ടൈമിൽ നമ്മൾ അവിടെ എത്തും. ഓ എന്താ ഒരു മല, എന്താ ഒരു ചന്തം. എവിടാണ് ചരം കണ്ടു നിങ്ങൾ? ചരം, ഇതാണ് ചരം, നിങ്ങൾ കണ്ടു നോക്കുക. ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല പോലെ കോട ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ ചുരത്തിൻ്റെ മേലെത്താനായപ്പോൾ നല്ല കോട, അതേപോലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നിലമ്പൂർ വഴിയുണ്ട് പോയത്. നാടുകാണി ചുരം വഴിയുണ്ട് പോണപ്പോൾ. ആ ചുരത്തിൻ്റെ മേലെത്താനായിട്ടാണ് ഞങ്ങൾ. നല്ല തണുപ്പാണ്. ഞാനെന്ന് പറഞ്ഞാൽ അധികം ട്രിപ്പൊന്നും പോകാത്ത ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പ്രകൃതിപരമായ സ്ഥലങ്ങളും ഈ കോട ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സാണ് മനസ്സിൽ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകണത് നല്ലതാണ്. ബസ്സിലത്തെ നല്ല അടിപൊളി പാട്ടും നല്ല അടിപൊളി സ്ഥലങ്ങളും എന്താണ് നല്ലൊരു ചെറു തണുപ്പൊക്കെ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ലവലെ ഇതാണ് കോട കാണാത്തത്. കാണില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കൊണ്ടുപോയിരിക്കുന്നു കേട്ടോ. അത് ഞങ്ങൾ വഴിയിൽ നിന്ന് കഴിച്ചു കേട്ടോ, ബസ് നിർത്തിയിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. ആ ഒരു തണുപ്പിൽ ആ ഒരു ഫുഡൊക്കെ കഴിക്കാൻ അടിപൊളി വൈബ്. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഫസ്റ്റ് ഈ ഒരു പ്ലേസ് കണ്ടിട്ട് വന്നേ. ഇവിടെ ഈ ഒരു ഹില്ലിൻ്റെ മേലെ കയറുന്നുണ്ട്. ഈ ഒരു ഹില്ലിൻ്റെ മേലെ കയറാൻ ഭയങ്കര ടാസ്ക്കായിരുന്നു. പകുതിയൊക്കെ കയറിയപ്പോൾ തന്നെ കുഴഞ്ഞു. കയറി പോയിട്ടോ. അതിൻ്റെ ആ ഒരു അവസാനത്തിലെത്തും എന്തായിരിക്കും എന്നറിയാൻ, അതിൻ്റെ മുകളിലെത്തും എന്തായിരിക്കും കാണാനുണ്ടാവുക അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കുന്നിൻ്റെ മേലെ കയറുമ്പോൾ ഇടയ്ക്കൊരു പട്ടി ഷോ ഒക്കെ കാട്ടിയിട്ട് ഇങ്ങനെ കയറി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ പിന്നെ പകുതി ഇങ്ങനെ നിന്ന് കയറുമ്പോൾ വലിയ ക്ഷീണം തോന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ പിന്നെ മെല്ലെ കയറുമ്പോൾ വലിയ ക്ഷീണം തോന്നില്ല. അപ്പോൾ അവസാനം ആ ഒരു കുന്നിൻ്റെ മേലെ കയറി ചെന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആ ഒരു ഹില്ലിലുള്ള ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കയറി വന്നത് ഗൈസ്. ഇനി കുറച്ചും കൂടി കയറുന്നുണ്ട്. ആ ഒരു ഹില്ലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ചുറ്റും ഇങ്ങനെ നോക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല കാണാൻ, വേറെ ലെവലായിരുന്നു. വാ, ഈ കാഴ്ച കാണാതെ പോയി. അപ്പം ഞങ്ങൾ അടുത്തത് കയറാൻ പോകുന്നത് കർണാടക ഗാർഡനിലാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് പച്ചപ്പി മൂടി കിടക്കുക. അപ്പോൾ നമുക്ക് കയറാം.
വീഡിയോയിൽ നിങ്ങൾ കണ്ടെത്തില്ല. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ ചിത്രത്തിൽ ഫോട്ടോയിലൊക്കെ കാണില്ലേ, ആ ഒരു സ്ഥലം പോലെ തോന്നി. അടിപൊളി. ഇതുണ്ട് ആ ഒരു കൊട്ടയിൽ നിന്ന് ആ ഒരു പൂക്കളൊക്കെ പാടെ വീഴുന്നൊരു ഫീലാണ്. ഒരു വാട്ടർഫാളൊക്കെ പോലെ ഇങ്ങനെ ആ ഒരു കൊട്ടയിൽ നിന്ന് ഇങ്ങനെ പൂക്കളിങ്ങനെ വീഴുന്ന ഒരു ഫീല്. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നടന്നു വരുന്നതും വെറുതെ ഒരു ശ്വാസം മാത്രം. പിന്നെ ഇവിടെ കളർഫുൾ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിലൂടെ പോയി നടക്കാം കേട്ടോ. ഭയങ്കര ഹൈറ്റ്, ഭയങ്കര നീളമുണ്ട് കേട്ടോ. എനിക്കൊരു തൂക്കുപാലത്തുമ്പോൾ കൂടി പോകണമൊക്കെ പേടിയാണ്, അതിങ്ങനെ ആടുമ്പോൾ. പക്ഷെ എന്നാലും നമ്മൾ പോകും. അങ്ങനെ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ച് ബസ്സിൽ തന്നെ കയറി വന്നിരുന്നു കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്ഥലമാണ്. അന്ന് ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു, ഫ്ലവർ ഷോൻ്റെ. കാണാൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം കേട്ടോ. ഫുള്ള് അവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രങ്ങാനും ഫ്ലവർ. അപ്പോൾ എല്ലാതും അവിടെ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിലവർ ആ ഫ്ലവറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനാണ് ഏറ്റവും രസം. ഓരോരോ ഷേപ്പിൽ, ഓരോരോ ആകൃതിയിൽ, ഓരോരോ സാധനങ്ങൾ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയെന്ന് ഫ്ലവർ ഷോൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ. അത് നമ്മൾ വേറെ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാം. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ രാത്രിയായിരുന്നു, ഒരു 7 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു യാത്ര, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേനും 1 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.